സർ, കേന്ദ്രമന്ത്രിയായ ഹർദീപ് സിംഗ് പുരിയും ശശി തരൂരും തമ്മിൽ ഒരു വാഗ്വാദം, അത് എക്സിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ജോർജ് സോറോസുമായിട്ട് ശശി തരൂരിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ശശി തരൂരിന് വലിയ ക്ഷീണമാകില്ലേ? രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ക്ഷീണമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തൊലിക്കെട്ടിയുള്ള ആളുകളാണല്ലോ രാഷ്ട്രീയത്തിലുള്ളത്. അപ്പോൾ ഈ ജോർജ് സോറോസ് എൻ്റെ സുഹൃത്താണ് എന്ന് ശശി തരൂർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ആരോപണങ്ങൾ വന്നപ്പോൾ. പക്ഷെ ഇന്നലെ കുറേയും കൂടി രൂക്ഷമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശശി തരൂർ ഒരു അത്താഴ വിരുന്നിൽ വെച്ച് ശശി തരൂർ ജോർജ് സോറോസിനെ കണ്ട കാര്യമാണ് ഈ ഹർദീപ് സിംഗ് പുരി പറയുന്നത്. പക്ഷെ ഹർദീപ് സിംഗ് പുരിക്ക് ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹർദീപ് സിംഗ് പുരി അമേരിക്കയിൽ ഇന്ത്യയുടെ സ്ഥാനപതിയായിരുന്നു ഇത് നടക്കുന്ന സമയത്ത്. അദ്ദേഹമാണ് വിരുന്ന് കൊടുക്കുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അന്ന് കേന്ദ്ര സഹമന്ത്രിയാണ്, യു പിയുടെ സർക്കാരിൻ്റെ കാലത്ത് വിദേശകാര്യ സഹമന്ത്രിയാണ് ശശി തരൂർ. ഹർദീപ് സിംഗ് പുരി ഇന്ത്യയുടെ സ്ഥാനപതി, അവിടെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയുമാണ് ഹർദീപ് സിംഗ് പുരി. പക്ഷേ ഹർദീപ് സിംഗ് പുരി ആ പദവി അവിടെ അമേരിക്കയിൽ എത്തിയിട്ട് കുറച്ച് മാസമേ ആയിരുന്നുള്ളൂ. ശശി തരൂരാണെങ്കിൽ കുറെ കാലമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നതാണ്, ഐക്യരാഷ്ട്രസഭയിലെ UN-ലും ഒക്കെ. അപ്പോൾ കൂടുതൽ പരിചയം അദ്ദേഹത്തിനായിരിക്കുമല്ലോ. അപ്പോൾ വിളിക്കേണ്ട ആളുകളുടെ പട്ടിക, വിരുന്നിന് വിളിക്കേണ്ട ആളുകളുടെ പട്ടിക കൊടുത്തത് ശശി തരൂരാണ്. മുൻപരിചയമൊക്കെ വെച്ചിട്ടല്ലേ തയ്യാറാക്കി. അപ്പോൾ ആ പട്ടികയിൽ സോറോസിന്റെ പേരുണ്ടായിരുന്നു. ഇതാണ് ഹർദീപ് സിംഗ് പുരി പറയുന്നത്. പേരുകൾ നോക്കിയപ്പോൾ നയതന്ത്ര പ്രതിനിധികളല്ലാതെ ഇങ്ങനെ സോറോസിന്റെ പേര് കണ്ടപ്പോഴും ചോദിച്ചിരുന്നു എന്ന് ഹർദീപ് സിംഗ് പുരി എഴുതിയിട്ടുണ്ട്. നമ്മുടെ രണ്ടുപേരുടെ ഓർമ്മകൾ രണ്ട് തരത്തിലാണ് ഒരേ കാര്യത്തിനെ പറ്റി എന്ന് ശശി തരൂർ പിന്നെ പറയുന്നുണ്ട്. നമുക്ക് ഈ പോസ്റ്റുകളൊന്നും നോക്കാം. 2009 ന്യൂയോർക്കിൽ ബ്രേക്ക്ഫാസ്റ്റും അത് കഴിഞ്ഞ് അത്താഴ വിരുന്നും, അതായത് സോറോസ് അതിൽ ക്ഷണിതാവായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ പുരി അവിടെ സ്ഥാനപതി, UN-ൽ സ്ഥിരം പ്രതിനിധി. ക്ഷണിതാക്കളുടെ പട്ടിക കൊടുക്കുന്നത് തരൂര്, അതിൽ സോറോസ് ഉണ്ട്. തരൂരിന് മറ്റേ വിരുന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഈ എംബസി അറേഞ്ച് ചെയ്യുന്നതാണിത്. അന്ന് തരൂർ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി. 2009 മേയിൽ ഈ അത്താഴ വിരുന്നിന് മുമ്പ് 2009 മേയിൽ സോറോസിനെ തരൂർ കണ്ടിട്ടുണ്ട്. ഈ വിരുന്നിൽ കാണുന്നത് രണ്ടാമത്തെ തവണയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്നത്, വേറെ അവർ തമ്മിൽ സ്വകാര്യമായി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. മെയ് 9 2009 മേയിൽ കണ്ടിട്ടുണ്ട്, സോറോസിനെ തരൂർ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ വിരുന്നിന് കാണുന്നുണ്ട്. അപ്പോൾ അന്ന് ഇവർ തമ്മിൽ കണ്ടപ്പോൾ തന്നെ BJP അന്നൊരു ആരോപണം ഉയർത്തിയിരുന്നു. സോറോസും സോണിയും തമ്മിൽ വലിയ അടുപ്പമാണ് എന്ന് അക്കാലത്ത് BJP ആരോപിച്ചിരുന്നു. ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി പോസ്റ്റിൽ പറയുകയാണ്, തരൂർ സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു. തരൂർ പഠിക്കുകയാണ്, ഞാൻ പ്രൊഫസറായിരുന്നു ആ സമയത്ത്. അന്ന് ന്യൂയോർക്കിൽ, അത് കഴിഞ്ഞ് ഈ കാര്യ സഹമന്ത്രി ആയ ശേഷം ന്യൂയോർക്കിൽ വന്നു. അത് ഞാൻ സ്ഥാനപതിയായിട്ട് താമസിയാതെ ആയിരുന്നു ആ വരവ്. ഒക്ടോബർ 11, 2009 തീയതിയുമുണ്ട്. ഒക്ടോബർ 11, 2009 ഒരു ബ്രീഫിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, മാധ്യമപ്രതിനിധികൾക്കൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാതൽ. അത് കഴിഞ്ഞ് അത്താഴ വിരുന്ന് ഒക്ടോബർ 12, വിരുന്ന് നടന്നത് 12, ബ്രേക്ക്ഫാസ്റ്റ് നടന്നത് ഒക്ടോബർ 11, 2009. സോറോസിനെ തരൂർ കാണുന്നത് ഒക്ടോബർ 12, 2009. നഗരത്തിൽ എനിക്ക് ഏതാനും മാസം മാത്രമേ പ്രായമായിരുന്നുള്ളൂ. സിംഗ് പുരി എഴുതുന്നുണ്ട്. ആ നഗരത്തിൽ എനിക്ക് കുറച്ച്
മാസം മാത്രമേ പ്രായമായിരുന്നുള്ളൂ. പോയി കുറച്ച് മാസമേ ആയിരുന്നുള്ളൂ എന്നർത്ഥം. തരൂരാണെങ്കിൽ അവിടെ ഒരുപാട് പഴയ ആളായിരുന്നു. ഞാൻ ക്ഷണിതാക്കളെ ക്ഷണിക്കുന്നില്ല, അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് തരൂര് തന്നെയാണ് അത് ചെയ്യുന്നത്. നയതന്ത്രരല്ലാതെ പട്ടികയിൽ സോറോസ് ഉണ്ടായിരുന്നു. സോറോസ് അപ്പോൾ ആ കാര്യം ശശി തരൂരിനോട് സംസാരിച്ചു, സോറോസ് ഉണ്ടല്ലോ പട്ടികയിൽ എന്നുള്ള കാര്യം. 2009 മെയ്യിൽ തന്നെ തരൂര് കണ്ടിരുന്ന കാര്യം അപ്പോൾ പറഞ്ഞു സോറോസിനെ. മുമ്പേ സുഹൃത്താണ്. അത് അന്ന് ട്വീറ്റ് ചെയ്തിരുന്നു, സോറോസിനെ കണ്ട കാര്യം അന്ന് ട്വിറ്ററാണ് ട്വീറ്റ് ചെയ്തിരുന്നു. ഇതും അടുത്ത കാലത്ത് പല ആളുകളും പൊക്കിക്കൊണ്ടുവന്നിരുന്നു. അന്ന് സോറോസിനെ കണ്ടു. ഞാൻ സോറോസിനെ കണ്ടത് ഇപ്പോൾ ഇന്നലെ തരൂര് പറയാണ്, ഞാൻ അന്ന് മാത്രമാണ് സോറോസിനെ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് പണം കൊടുക്കുന്ന ആളാണ് ഇയാളെന്ന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലോ, സോറോസ് ഒന്നിച്ചില്ലാനും കോടി കൊടുത്തത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ തന്നെ പട്ടികയിലുണ്ട്. അപ്പോൾ ഓൾഡ് ഫ്രണ്ട് എന്ന് തരൂര് പഴയ ട്വീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. മൈ ഓൾഡ് ഫ്രണ്ട് തരൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറെ കാലത്തെ ബന്ധമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ആ പഴയ ട്വീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പഴയ ട്വീറ്റ് ഇപ്പോൾ ആളുകളെടുത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് അസംബന്ധമാണ്, അത് അനാരോഗ്യ കൗതുകമാണ് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അൺഹെൽത്തി ക്യൂരിയോസിറ്റി എന്ന് തരൂര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ധനപരമായോ രാഷ്ട്രീയമായോ തരൂരുമായിട്ട് സോറോസുമായിട്ട് ബന്ധമില്ല എന്നും തരൂര് പറയുന്നുണ്ട്. തരൂര് പിന്നെയും പറയുന്നുണ്ട്, ഐക്യരാഷ്ട്രസഭയിലെ എൻ്റെ കാലത്ത് എനിക്ക് സോറോസിനെ അറിയാം. രാജ്യാന്തര മനസ്സുള്ള ആളാണ് സോറോസ്. എനിക്ക് പണമൊന്നും കിട്ടിയിട്ടില്ല, ഫൗണ്ടേഷനുമായിട്ട് എനിക്ക് ബന്ധമില്ല. സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്ന് എനിക്കൊരു പെനി പോലും കിട്ടിയിട്ടില്ല. സാമൂഹിക അർത്ഥത്തിലാണ് സോറോസ് എൻ്റെ സുഹൃത്താകുന്നത്. പുരിയുടെ വീട്ടിൽ വെച്ചാണ് കണ്ടത്. അത് പുരിക്കിട്ട് കുത്താനാണ്, കാരണം അവിടെയാണല്ലോ വിരുന്ന് നടക്കുന്നത്, അമേരിക്കയിൽ വെച്ച്. പിന്നെ കണ്ടിട്ടില്ല. തരൂര് ട്വീറ്റ് ചെയ്തപ്പോൾ അന്ന് ഡിസംബർ 15 ഞാൻ വിളിച്ചിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ വിവാദമായല്ലോ, സൊറോസിനെ കണ്ടതൊക്കെ. തരൂര് ഈ അനാരോഗ്യ കൗതുകമാണെന്നൊക്കെ ട്വീറ്റ് എക്സിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഹർദീപ് സിംഗ് പുരി തരൂരിനെ വിളിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം. വിളിച്ചപ്പോൾ ഈ അന്നത്തെ പശ്ചാത്തലമൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അന്ന് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളാണ് പട്ടിക തന്നത്, അങ്ങനെയാണ് സോറോസിനെ വിളിച്ചതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചിരുന്നു. സാധാരണഗതിയിൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാറുണ്ട് തരൂര്. ഇത്തവണ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നുണ്ട് പുരി. ഭാഷ പലർക്കും തട്ടിപ്പാണ് എന്നും പുരി പറയുന്നുണ്ട്. ഈ ഭാഷാ വൈദഗ്ധ്യമൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അത് പലർക്കും പലതരത്തിലുള്ള തട്ടിപ്പാണ്, മാനിപ്പുലേഷനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തരൂര് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും ഓർമ്മ 2 തരത്തിലാണ്. ഞാൻ കാണാത്ത, എനിക്കൊരു പരിചയമില്ലാത്ത അതിഥികളും ഒക്കെ അന്ന് വിരുന്നിലുണ്ടായിരുന്നു. എനിക്ക് പരിചയമില്ലാത്ത അതിഥികളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് അന്ന് സോറോസ് സംസാരിച്ചത് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയായിരുന്നു എന്നും തരൂര് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ വേണ്ട തരത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഈ ഗ്ലോബൽ വാർമിങ്ങിന് എതിരായ ഇന്ത്യ വേണ്ടത്ര സഹകരിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് എന്നും തരൂര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോർജ് സോറോസിനെ സംബന്ധിച്ചിട്ടുള്ള പുലിവാല ഏതായാലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പിടിച്ചിട്ടുണ്ട്. അവർ സ്ഥിരം കാണുന്നവരാണ്, പൈസ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ പാർലമെന്റ് ആകെ അലങ്കോലമാക്കി ഇത്തവണത്തെ സെഷൻ. നെഹ്റു കുടുംബം കംപ്ലീറ്റ് അലങ്കോലമാക്കിയല്ലോ ഈ സെഷൻ. പിന്നെ അംബേദ്കർ കയറി പിടിച്ചു, അതും വഷളായി. അപ്പൊ നെഹ്റു എത്രമാത്രം അംബേദ്കറെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പുറത്തു വന്നു. എങ്ങനെയായിരുന്നു അംബേദ്കറുടെ ശത്രു, തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അംബേദ്കറെ നെഹ്റു തോൽപ്പിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ഇതിൻ്റെ ഒരു
സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ തരൂർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഈ സോറോസ് നിൽക്കുന്നു, ഈ സോറോസുമായിട്ട് ശശി തരൂരിന് ബന്ധം ഉണ്ടാകുന്നു, ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഒരു വേദി തുറന്നിട്ട് കൊടുക്കില്ല. അതെ, കോൺഗ്രസ്സിൽ തരൂരിനെ പോലൊരാൾ പോലും സോറോസ് കയ്യിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഐക്യരാഷ്ട്രസഭാ കാലത്ത് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. മുമ്പും മെയ്യിൽ 2009 മെയ്യിൽ കണ്ടപ്പോഴും ഇന്ന് ഞാൻ സോറോസിനെ കണ്ടിരുന്നു എന്ന് ട്വീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ അഭിമാനമായിരിക്കുമല്ലോ. ഇവിടുത്തെ വലിയ പുള്ളി എൻ്റെ സുഹൃത്താണ് എന്നുള്ള മട്ടില് പല ആളുകളും മോഹൻലാലിന്റെ കൂടെയൊക്കെ നിന്നിട്ട് പടമൊക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടില്ലേ? അതെ അതെ അതെ. ഞാൻ മഹാനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഓരോരുത്തരും ചെയ്യും ചിത്രങ്ങളൊക്കെ എടുത്ത്. എന്ന് പറയുന്ന പോലെ അന്ന് സോറോസിനെ കണ്ടപ്പോ ഞാൻ സോറോസിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഐ മെറ്റ് മൈ ഓൾഡ് ഫ്രണ്ട്. അതിന് മുമ്പേ പരിചയം ഉണ്ടെന്നല്ലേ ഓൾഡ് ഫ്രണ്ട് എന്ന് വരുമ്പോ കാണുന്നത്. അപ്പൊ ആ ട്വീറ്റൊക്കെ ആളുകൾ ഇപ്പൊ പൊക്കിക്കൊണ്ടുവന്നു, നാണം കിട്ടു. അപ്പൊ അതുമാത്രല്ല, അല്ലാതെ ഒരു വിരുന്നിൽ വെച്ചും കണ്ടിരുന്നു എന്നുള്ളതാണ് ഹർദീപ് സിംഗ് പുരി പറയുന്നത്. അപ്പൊ ശരിക്കും എത്ര തവണ തരൂര് കണ്ടിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്തോ മറ്റോ മത്സരിക്കുമ്പോ വല്ല പൈസയും കിട്ടിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളും കൂടി എല്ലാം തുറന്നു പറയുന്നതാണ് തരൂരിന് നല്ലത്. അല്ലെങ്കിൽ പിന്നെ പുറത്തു വരുമ്പോൾ നാണക്കേടാവും. അതുകൊണ്ട് തരൂരുമായിട്ടുള്ള ബന്ധം കുറച്ച് വിശദമായിട്ട് തരൂര് പറയും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ തരൂര് പിടിച്ചൊരു പുലിപാലെന്ന് പറയാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.